കണ്ണൂർ വിമാനത്താവളം വഴി ഹജ്ജിന് പോകുന്നവർക്ക് വിപുലമായ സംവിധാനം ഒരുക്കുമെന്ന് സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ സി മുഹമ്മദ് ഫൈസി. മട്ടന്നൂർ ഗവൺമെന്റ് യു പി സ്കൂളിൽ നടന്ന ഹജ്ജ് ക്യാമ്പ് സംഘാടക സമിതി രൂപീകരണ യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇത്തവണ ഏറ്റവും കൂടുതൽ ഹാജിമാർ തീർത്ഥാടനത്തിന് പോകുന്ന കേരളത്തിൽ 17,000 പേരിൽ 10,000 സ്ത്രീകളാണ്. യാത്രാ നിരക്കിന്റെ കുറവും വിപുലമായ പരിചരണ സംവിധാനവുമുള്ള കണ്ണൂർ വഴി കൂടുതൽ പേർ യാത്ര ചെയ്യാൻ സന്നദ്ധത പ്രകടിപ്പിച്ചിട്ടുണ്ട്. 350 പേർക്ക് യാത്ര ചെയ്യാവുന്ന സൗദി എയർലൈൻസ് സർവീസാണ് കണ്ണൂരിൽ നിന്നും ഏർപ്പെടുത്തുന്നതെന്നും ചെയർമാൻ സി മുഹമ്മദ് ഫൈസി പറഞ്ഞു. കണ്ണൂരിൽ നിന്ന് കഴിഞ്ഞ വർഷത്തേക്കാൾ അധികമാണ്. അങ്ങനെ അധികമാകാനുള്ള ഒരു കാരണം കണ്ണൂർ എയർപോർട്ടിലെ സൗകര്യം, ഈ എയർപോർട്ടിൽ നിന്ന് ആളുകളെ യാത്രയാക്കാൻ നിങ്ങളെല്ലാവരും കാണിക്കുന്ന അങ്ങേയറ്റ സഹകരണവും കൊണ്ടായിരിക്കും അപേക്ഷ എണ്ണം വർദ്ധിച്ചത്. സംസ്ഥാന മുഖ്യമന്ത്രിയുടെ തട്ടകം എന്ന നിലയിൽ ഈ എംബാർക്കേഷൻ പോയിന്റിന് വളരെയധികം പ്രത്യേകതകളുണ്ട്. ഇപ്രാവശ്യം ഇതിൻ്റെ വിഷയങ്ങൾക്ക് വേണ്ടി ഗവൺമെന്റ് ഒരു തുക നീക്കുകയും എല്ലാവരും വളരെ സന്തോഷിക്കുന്നവരാണ്. കണ്ണൂർ വിമാനത്താവളത്തിൽ നിന്നും യാത്ര പോകാൻ 3,246 ഹാജിമാരാണ് ഇതുവരെ യാത്രാനുമതി തേടിയിട്ടുള്ളത്. സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി വഴി കണ്ണൂർ ജില്ലയിൽ നിന്നും 1,969 ഹാജിമാരും 2 കുട്ടികൾ ഉൾപ്പെടെ യാത്ര ചെയ്യും. കഴിഞ്ഞ വർഷം ഇത് 1,200 ആയിരുന്നു. കണ്ണൂർ ജില്ലയിലെ 41 പേർ കോഴിക്കോട് വഴിയും 2 പേർ കൊച്ചി വഴിയുമാണ് പോകുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ മുഖ്യ രക്ഷാധികാരിയും ഹജ്ജ് വകുപ്പ് മന്ത്രി അബ്ദുറഹിമാൻ, മന്ത്രി രാമേന്ദ്രൻ കടന്നപ്പള്ളി, ജില്ലയിലെ എംപിമാർ, കണ്ണൂർ മേയർ, ജില്ലയിലെ MLAമാർ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എന്നിവർ രക്ഷാധികാരികളായും വിപുലമായ സംഘാടക സമിതിയെ തെരഞ്ഞെടുത്തു. ഹജ്ജ് കമ്മിറ്റി അംഗം PTA റഹീം ചെയർമാനും മട്ടന്നൂർ നഗരസഭാ ചെയർമാൻ N ഷാജിത്ത് വർക്കിംഗ് ചെയർമാനുമാണ്. യോഗത്തിൽ നഗരസഭാ ചെയർമാൻ N ഷാജിത്ത് അധ്യക്ഷത വഹിച്ചു. കണ്ണൂർ കോർപ്പറേഷൻ മേയർ മുസ്ലിം മഠത്തിൽ, MV ജയരാജൻ, ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിനോയ് കുര്യൻ തുടങ്ങിയവർ സംസാരിച്ചു. വിവിധ മതസംഘടനാ രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ, തദ്ദേശ സ്ഥാപന പ്രതിനിധികൾ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, മട്ടന്നൂർ.